എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ, ആനുകാലിക സംഭവങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന കൃപയുടെ നാളുകളാണിത്. മറ്റേത് നാളുകളേക്കാൾ ഉപരി ദൈവത്തിൻ്റെ റൂഹ ഇന്ന് ലോകരാജ്യങ്ങളിലും തൻ്റെ സഭയിലും ശക്തിയോടെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു സമയം. അനേക രാജ്യങ്ങളിൽ മറ്റ് ഒരു സമയത്തും സംഭവിക്കാത്ത വിധത്തിലുള്ള ആത്മാവിൻ്റെ ഉണർവുകൾ ശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിനവും 10,000 കൂട്ടം കൂട്ടമായി മാനസാന്തരപ്പെടുന്നു. കർത്താവിന് അനേകർ കണ്ടുമുട്ടുന്നു. തങ്ങളുടെ ജീവിതങ്ങളെ ദൈവവചനത്തിനും പരിശുദ്ധാത്മാവിനുമായി 1000 സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വഴി എന്തുമാത്രം ആത്മീയ ഫലങ്ങളാണ് ഇന്ന് സഭയിലും ലോകത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് പാപം അതിൻ്റെ ഏറ്റവും മൂർത്തിനാവസ്ഥയിലെത്തി നിൽക്കുമ്പോൾ എല്ലാവിധ മ്ലേച്ഛതകളും തിന്മകളും സീമാതീതമായി പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ, മറുഭാഗത്ത് പ്രത്യാശയോടെ പരിശുദ്ധാത്മാവ് തൻ്റെ സഭയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വാഗ്ദാനം അനുസരിച്ച് രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, ജനപദങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ വ്യാപനം ഇന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യുഗാന്ത സഭയിൽ പരിശുദ്ധാത്മാവ് ആദിമ സഭയതിനേക്കാൾ ശക്തമായി പ്രവർത്തിക്കുന്ന നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ പ്രവാചകന്മാരിലൂടെ, പരിശുദ്ധ വചനങ്ങളിലൂടെ, പല വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യങ്ങളിലൂടെ, തിരുസഭയിലുള്ള പല മിസ്റ്റിക്കുകളിലൂടെ ഈ പ്രവചനം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ആദിമസഭയെ വെല്ലുന്ന അതിമഹാവിശുദ്ധർ യുഗാന്ത സഭയിൽ ഉണ്ടാകുമെന്ന് എത്രയോ വിശുദ്ധാത്മാക്കളാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അതിശക്തമായ ഒരു ആത്മപ്രവർത്തനം നമ്മുടെ സഭയിൽ, ലോകം മുഴുവനിലും വെളിപ്പെടാൻ പോകുന്നു. കർത്താവിന്റെ പ്രത്യാഗമനത്തിന് മുൻപായി ലോകത്തിൽ സഭയിൽ സംഭവിക്കുന്ന ആ ഒരു ഫൈനൽ ഹാർവെസ്റ്റ്, ഒരു അവസാന കൊയ്ത്തിലേക്ക് തന്റെ സഭയെ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കൃപയുടെ നാളുകളാണിത്. കൃപയുടെ സമയമാണിത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഉണരേണ്ട സമയം. ദൈവജനം കാലത്തിന്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് സഭയുടെ നവീകരണത്തിനും സഭ ആത്മാവിനാൽ ഉണർത്തപ്പെടുവാനുമായി കരങ്ങൾ വിരിച്ചു പിടിക്കേണ്ട സമയമാണിത്. ഹഗായി പ്രവചനം 2:7 മനോഹരമായൊരു പ്രൊഫസിയാണ്. ഈ പ്രൊഫസി തൻ്റെ സഭയ്ക്ക് കർത്താവ് തിരികെയാണ്. ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും, അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യ നിധികൾ ഇങ്ങോട്ട് വരും. ഈ ആലയം ഞാൻ മഹത്വപൂർണമാക്കും. ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. ഇത് വെറും ഭൂമി കുലുക്കമല്ല, പരിശുദ്ധാത്മ അഭിഷേകത്താൽ ജനപദങ്ങളെ കർത്താവ് ഉണർത്തുന്ന ആത്മപകർച്ചയുടെ സമയമാണിത്. ജനപദങ്ങളിലേക്ക് അഭിഷേകത്തിന്റെ തീ പടരുന്ന സമയം. 10,000 ജനലക്ഷങ്ങളെ മാനസാന്തരത്തിലേക്കും നിത്യജീവനിലേക്കും പരിശുദ്ധാത്മ നയിക്കുന്ന ആത്മനിറവിന്റെ കാലം. ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. അഭിഷേകത്താൽ ജനപദങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടും. വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഗോത്രങ്ങളും ഭാഷകളും ജനതകളും ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിയും. എല്ലാ നാവുകളും കർത്താവിന്റെ നാമത്തെ ഏറ്റുപറയും. എല്ലാ മുഴങ്കാലുകളും, ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ കാണുന്നു, അവന്റെ മുൻപിൽ മടക്കപ്പെടും.
സഹോദരങ്ങളെ, ഇത് വെറും വാക്കുകളല്ല. പരിശുദ്ധനായ കർത്താവ് തന്റെ സഭയ്ക്ക് നൽകുന്ന പ്രവചന വചനങ്ങളാണ്. യുഗാന്ത സഭയിൽ ഈ പ്രൊഫസീസ് ആത്മാവ് നിറവേറ്റുന്ന സമയമാണിത്. സഹോദരങ്ങളെ, ഹഗായി പ്രവചനം 2:9 വീണ്ടും പരിശുദ്ധ വചനം പറയുന്നു, ഈ ആലയത്തിന്റെ പൂർവമഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം. വരാൻ പോകുന്ന മഹത്വം നമ്മൾ മനസ്സിലാക്കണം. യുഗാന്ത സഭയുടെ മഹത്വത്തെ കുറിച്ച് ഇതൊരു പ്രൊഫറ്റിക് വേർഡാണ്. ആദിമ സഭയേക്കാൾ ഉന്നതമായൊരു മഹത്വത്തിലേക്ക് തന്റെ സഭയെ, യുഗാന്ത സഭയെ പരിശുദ്ധാത്മാവ് ഉയർത്തുന്ന സമയം. ഇത് ആത്മപകർച്ചയുടെ സമയമാണ്. എല്ലാവരുടെ മേൽ ഞാൻ എന്റെ പരിശുദ്ധാത്മാവിനെ വർഷിക്കും. ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവജനങ്ങൾക്ക് പ്രവാചക ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരെ എന്റെ ആത്മാവിനാൽ ഞാൻ നിറയ്ക്കും. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. സഭയ്ക്ക് തരുന്ന ഈ പ്രവചനങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു. വിശ്വാസത്തോട് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക സഹോദരങ്ങൾ, ഏറ്റെടുക്കുക. അപ്പൊ സഭയുടെ ഉണർവിന് വേണ്ടി, സഭയുടെ നവീകരണത്തിനായി മറ്റേത് നാളുകളേക്കാൾ ഉപരി തീഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ് സഹോദരങ്ങളെ. ചുലുക്കാട് സുവിശേഷം 24:49 നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇത് എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ആദിമ സഭയിൽ എന്താ സംഭവിച്ചത്? സഭയുടെ ചരിത്രത്തിൽ വെളിപ്പെട്ട ആദ്യ പെന്തക്കോസ്ത, പരിശുദ്ധാത്മാവ് തന്നെ സഭയ്ക്ക് തരുന്ന റിവൈവൽ, ആ റിവൈവലിന് വേണ്ടി അപ്പോസ്തലന്മാർ എന്താ ചെയ്തത്? സഹോദരങ്ങൾ, നമ്മൾ മറന്നു പോകരുത്. യുഗാന്ത സഭയുടെ, പ്രത്യേകമായി നമ്മുടെ കേരള സഭ, നമ്മൾ ജൂബിലി വർഷത്തിലാണ്. കേരള സഭയുടെ നവീകരണ മുന്നേറ്റ കാലത്തിന്റെ സമാപന വർഷമാണ് 2025. ഈ ഒരു വർഷത്തിൽ നമ്മൾ കർത്താവിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കണം. സഭയുടെ ഉണർവിനും നവീകരണത്തിനുമായി നമ്മൾ എന്ത് ചെയ്യണം? ആദിമ സഭയുടെ റിവൈവലിനായി പരിശുദ്ധാത്മാവ് തന്നെ സഭയ്ക്ക് നൽകിയ ആദ്യ ഉണർവാണ് ജെറുസലേമിൽ സംഭവിച്ചത്. ആ ഉണർവിൽ സഭ രൂപം കൊണ്ടു, സഭ ജന്മം കൊള്ളുകയാണ്. അനേകായിരങ്ങൾ കർത്താവിന്റെ സഭയിലേക്ക് ചേർക്കപ്പെട്ടു. ഇത് ഈ റിവൈവലിന്റെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. എന്റെ സഹോദരങ്ങളെ, ഇന്ന് കേരള സഭ വീണ്ടും ഉണർത്തപ്പെടുവാനും സഭ മുഴുവന്റെ മേലും ഉണർവിന്റെ അതിശക്തമായ കാറ്റ് വീശിയടിക്കുവാൻ, നവീകരണത്തിന്റെ അടുത്തൊരു തലത്തിലേക്ക് കർത്താവിന്റെ സഭ ഉയർത്തപ്പെടുവാൻ ദൈവജനം എന്താ ചെയ്യേണ്ടത്? ആദിമ സഭയിലെ അപ്പോസ്തലന്മാരെ അപ്പോസ്തല പ്രവർത്തനം 1:14 നമ്മൾ കാണുന്നുണ്ട്. ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. കർത്താവിന്റെ വാഗ്ദാനം അനുസരിച്ച് പരിശുദ്ധാത്മ തരുന്ന റിവൈവലിനായി, പെന്തക്കോസ്തയ്ക്കായി, ആത്മാവിന്റെ അഗ്നി സാന്നിധ്യത്തിനായി അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പരിശുദ്ധ അമ്മ മാതാവിനോടൊപ്പം അവരൊരു മനസ്സോടെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക. സഹോദരങ്ങളെ, ഈ 21 ദിവസക്കാലം സഭയുടെ ഉണർവിനും നവീകരണത്തിനുമായി നമ്മൾ നമ്മളെ തന്നെ നവീകരിച്ചുകൊണ്ട്, നമ്മളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മളൊരു മനസ്സോടെ പ്രാർത്ഥനയിൽ വ്യാപരിച്ചാൽ തന്റെ സഭയിൽ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഉന്നതമായൊരു മഹത്വത്തിലേക്ക് കേരള സഭയെ പരിശുദ്ധാത്മാവ് ഉയർത്തും. കർത്താവിന്റെ മനസ്സാണ് ഇത്, ആത്മാവിന്റെ പദ്ധതിയാണ്. പ്രാർത്ഥിക്കാൻ സമർപ്പണമുള്ള എത്ര പേരുണ്ട്? സഭയ്ക്ക് വേണ്ടി നിലവിളിക്കുവാൻ തീരുമാനമുള്ള എത്ര പേര് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്? ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും അഡ്രസ്സും നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക, നിങ്ങൾ സെൻഡ് ചെയ്യുക. തിരുസഭയ്ക്ക് വേണ്ടി
പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങൾ സഭയിൽ ഉണരണം. പതിനായിരങ്ങൾ ഒരു മനസ്സോടെ കരങ്ങൾ വിരിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്റെ സഭയിൽ പരിശുദ്ധാത്മാവ് ഉണർവിന്റെ അടുത്തൊരു ഫേസ് തുറക്കും. ഉണർവിന്റെ തീ സഭ മുഴുവനിലും കത്തിപ്പടരും. തന്റെ സഭയോട് പരിശുദ്ധാത്മാവ് വലിയ കൃപ ചെയ്യും. ആരുപേക്ഷ വിചാരിക്കരുത്. നിങ്ങൾ ആ നമ്പറിലേക്ക് സഭയ്ക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ സമർപ്പണം, തീരുമാനം നിങ്ങൾ അറിയിക്കണം. എന്റെ സഹോദരങ്ങൾ, അവർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 2:1 വരിക. അവർ പെന്തക്കോസ്താ ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ എന്റെ സഹോദരങ്ങളെ, നമ്മുടെ സഭയിൽ ശക്തമായ നവീകരണത്തിന്റെ കാറ്റ് വീശുവാൻ നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? സഭ മുഴുവനിലും ഉണർവിന്റെ തീ കത്തിപ്പടരുവാൻ, സഭയിലാകമാനം പരിശുദ്ധാത്മാവിന് ശക്തമായ വെളിപ്പെടൽ ഉണ്ടാകുവാൻ നമ്മൾ എത്ര പേര് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്? എന്റെ സഹോദരങ്ങളെ, ഈ ആഗ്രഹം നിറവേറണമെങ്കിൽ അതിനാവശ്യമായ ഒന്നാമത്തെ ഘടകമാണ് ദൈവജനത്തിന്റെ ശക്തമായ പ്രാർത്ഥന. തന്റെ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് ഉണർവ് നൽകണമെങ്കിൽ ദൈവജനം ഈ ദൈവ പദ്ധതി മനസ്സിലാക്കി പ്രാർത്ഥനയിൽ മുഴുകണം. ഒരു മനസ്സോടെ ദൈവജനം തിരുസഭയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തണം, നിലവിളിക്കണം. സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുവാൻ, ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മൾ മുന്നോട്ട് വരണം. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരുമിച്ച് കൂടിയിരിക്കുക എന്ന് പറയുന്നത് ലോകവർത്തമാനം പറഞ്ഞിരിക്കുകയല്ല, അവർ നാട്ടുവിശേഷം പറഞ്ഞിരിക്കുകയല്ല. അവരൊരു മനസ്സോടെ അവിടെ കൂടി വന്ന് അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിന്റെ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി, ഉണർവിന് വേണ്ടി. ആ പ്രാർത്ഥനയുടെ റിസൾട്ട് എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 2:4 പറയാണ്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. സഹോദരങ്ങളെ, ഇതാണ് ഇന്ന് നമ്മുടെ കേരള സഭയ്ക്ക് ആവശ്യം. സഭയുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയണം. സഭയുടെ യുവജനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ തീനാവുകളാകണം. സഭയുടെ സമർപ്പിതരും സന്യസ്തരും പരിശുദ്ധാത്മാവിന്റെ അഗ്നി സാന്നിധ്യങ്ങളായി രൂപപ്പെടണം. സഭയുടെ വൈദികർ പരിശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റുകളായി സഭയിൽ കത്തിജ്വലിക്കണം. സഭ മുഴുവന്റെ മേലും ആത്മാവിന്റെ ഉണർവ് വ്യാപരിക്കണം. സഹോദരങ്ങളെ, ഇതെപ്പോഴാ സംഭവിക്കുന്നത്? ദൈവജനം ഈ ദർശനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് സഭയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പതിനായിരങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവ പദ്ധതി തന്റെ സഭയിൽ പരിശുദ്ധാത്മാവ് നിറവേറ്റു. തന്റെ കുടുംബങ്ങളിൽ വെളിപ്പെടുത്തും, തന്റെ കൂട്ടായ്മകളിലേക്ക് ഈ അഭിഷേകം പകരും. ദേശങ്ങളെ പരിശുദ്ധാത്മാവ് നവീകരിക്കും, യുവജനങ്ങളെ രൂപാന്തരപ്പെടുത്തും. ശക്തമായ ആത്മപകർച്ചയിലേക്ക് ഈ തലമുറയെ പരിശുദ്ധാത്മാവ് നയിക്കും. കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം വിളിച്ച പരിശുദ്ധാത്മാവേ, ആത്മാവിൽ നിറയുവാൻ ദാഹിക്കുക. കുടുംബങ്ങളിൽ ആത്മാവ് ഇറങ്ങി വരട്ടെ. യുവജനങ്ങളിൽ പരിശുദ്ധാത്മ വ്യാപരിക്കട്ടെ. നമ്മുടെ യുവജനങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന പാപത്തിന്റെ, അശുദ്ധിയുടെ, തിന്മയുടെ, അശ്ലീലതയുടെ, അരാജകത്വത്തിന്റെ, അവിശ്വാസത്തിന്റെ, മദ്യപാനത്തിന്റെ, കഞ്ചാവിന്റെ, അവിഹിത വേക്ഷകളുടെ സകല ബന്ധന കെട്ടുകളും അഴിഞ്ഞു മാറി പോകട്ടെ. സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുത്തെ സഭയിലേക്ക് വരണമേ, സഭയിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ സഭയെ ഉണർത്തണമേ, തിരുസഭയെ നവീകരിക്കണമേ, കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ. കരമടിച്ച് പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞ
കവിഞ്ഞൊഴുകണം. ആഗ്രഹത്തോടെ വിളിച്ച പരിശുദ്ധാത്മാവേ, തിരുസഭയിലേക്ക് വന്നാലും തിരുസഭയെ ഉണർത്തിയാലും കുടുംബങ്ങളെ നവീകരിച്ചാലും യുവജനങ്ങൾ അഭിഷേകം ചെയ്താലും ആത്മാവേ, ആത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി ഖാരാബാബാ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ആമേൻ, ആമേൻ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ തിരുസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ സഭാ ചരിത്രത്തിൽ എപ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് തന്റെ സഭയ്ക്ക് ഒരു ഉണർവ് നൽകിയിട്ടുണ്ടോ അതിന്റെ എല്ലാം അടിസ്ഥാനം പ്രാർത്ഥനയായിരുന്നു. ഉണർവിന്റെ താക്കോൽ പ്രാർത്ഥനയാണ്, ദൈവജനത്തിന്റെ പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുവാനായി നമ്മൾ കരങ്ങൾ വിരിക്കുമ്പോൾ പരിശുദ്ധാത്മ പ്രവർത്തിക്കുവാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ ആത്മാവാണ്, സ്പിരിറ്റ് ഓഫ് പ്രയർ. ആദിമ സഭയിൽ, അന്ത്യോക്യ സഭയെ നമ്മൾ നോക്കണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 1-2 വചനങ്ങളിൽ നമ്മൾ കാണുന്നു. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ സഭയിലെ പ്രവാചകരും സഭയുടെ പ്രബോധകരും അവരൊരുമിച്ച് എന്താ ചെയ്തത്? 2-ാം വചനത്തിലോട്ട് ശ്രദ്ധിച്ചേ നിങ്ങൾ, ഉച്ചത്തിൽ വായിച്ച്, അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ. അവർ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവരാജ്യത്തിന് ശുശ്രൂഷകൾ ചെയ്തും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. പരിശുദ്ധാത്മാവ് അവരെ ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. കർത്താവിന്റെ സഭ ഉണർത്തപ്പെടണമെങ്കിൽ, ആത്മാവിനാൽ നവീകരിക്കപ്പെടണമെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവാഹം സഭ മുഴുവനിലേക്കും ഒഴുകപ്പെടണമെങ്കിൽ, പ്രിയ ദൈവത്തിന് ജനമേ, ഞാനും നിങ്ങളും കരങ്ങൾ വിരിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കണം. ഈ കൃപയിലേക്ക് ദൈവജനം കടന്നു വരണം. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, ഭൗതിക നന്മകൾ കൂട്ടിച്ചേർക്കപ്പെടാൻ വേണ്ടിയല്ല. ഞാൻ ആത്മാവിൽ പറയട്ടെ, ആരെല്ലാം കർത്താവിന്റെ സഭയെ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളിൽ, അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ മക്കളിൽ, അവർക്ക് വേണ്ടതായ നിയോഗങ്ങളിൽ കർത്താവിന്റെ ശക്തി ഇറങ്ങും. സഭയെ സ്നേഹിക്കുന്ന ജീവിതങ്ങൾക്ക് ഒരു മുട്ടുപാടും ഉണ്ടാവുകയില്ല. പരിശുദ്ധാത്മാവിന്റെ പരിപാലന ആവോളം അനുഭവിക്കാൻ കർത്താവ് അവർക്ക് ഇടതരും. സഹോദരങ്ങൾ, സ്തുതിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, സഭയിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ ഒരു റിവൈവൽ, ഉണർവുണ്ടാക്കണമെങ്കിൽ അതിനുള്ളൊരു പ്രോട്ടോകോൾ വചനം പരിശുദ്ധ ബൈബിളിലുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടെ ഇത് കേൾക്കണമേ, ശ്രദ്ധയോടെ കേൾക്കണം. സഭയുടെ നവീകരണവും സഭയുടെ ഉണർവും ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളും അതീവ ശ്രദ്ധയോടെ നിങ്ങൾ ഒന്നിച്ച് ഈ വചനം വായിക്കണം. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വചനമാണ്. ഒന്നിച്ച് ഉച്ചത്തിൽ വായിച്ച്, എല്ലാവരും ഒരുമിച്ച് വായിച്ച്. എന്റെ നാമം പേറുന്ന എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 21 ദിനങ്ങൾ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ഉപവസിച്ചും നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ, സഹോദരങ്ങളെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മളെ തന്നെ എളിമപ്പെടുത്തി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഭയുടെ നവീകരണത്തിനായി, കർത്താവേ, ഈ ജൂബിലി വർഷത്തിൽ അവിടുത്തെ സഭയെ നവീകരിക്കണമേ, കുടുംബങ്ങളെ നവീകരിക്കണമേ, ദേശങ്ങളെ ഉണർത്തണമേ, സഭ മുഴുവനെയും ശക്തീകരിക്കണമേ. താഴ്മയോടെ പ്രാർത്ഥിക്കുക. തങ്ങളെ തന്നെ എളിമപ്പെടുത്തി ആരെല്ലാം തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥന പാഴായി പോകുവാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. സ്തുതിക്കുന്നു. തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുക. അഹങ്കാരം വെടിഞ്ഞ്, ഞാൻ എന്ന ഭാവം വിട്ടുകളഞ്ഞ് താഴ്മയോടെ, എളിമയോടെ, ചങ്ക് നിറങ്ങി, ഈറ്റുനോവോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ റൂഹ സഭയിലേക്ക് ശക്തിയോടെ ഇറങ്ങി വരും. എന്റെ സഹോദരങ്ങളെ,
19-ാം നൂറ്റാണ്ടിന്റെ അവസാന നാളുകളിൽ തിരുസഭയെ നയിക്കുവാൻ ദൈവം നിയോഗിച്ചത് ലയോ 13-ാമൻ മാർപ്പാപ്പയാണ്. ആ ദിനങ്ങളിൽ സഭയിലെ വലിയൊരു വിശുദ്ധ എലേന ഗുവേര എന്ന് പറയുന്ന ഒരു സന്യാസിനി, ഇന്ന് സഭയുടെ വലിയൊരു വിശുദ്ധയാണ് എലേന ഗുവേര. ലയോ 13-ാമൻ മാർപ്പാപ്പയെ സന്ദർശിച്ചുകൊണ്ട് പ്രകാരം പറഞ്ഞു: പരിശുദ്ധ പിതാവേ, വീണ്ടും അങ്ങ് തിരുസഭയെ മട്ടുപ്പാവിലേക്ക് നയിച്ചാലും, വീണ്ടും അങ്ങ് തിരുസഭയെ സെഹിയോൻ മാളിക മുറിയിലെ ആ മട്ടുപ്പാവിലേക്ക് നയിച്ചാലും. ഈ സെഹിയോൻ മാളിക മുറിയുടെ മട്ടുപ്പാവിലാണ് അപ്പോസ്തലന്മാരെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി സാന്നിധ്യം അനുഭവിച്ചത്. ആത്മാവിന്റെ ശക്തിയിൽ അവരെല്ലാം പൂരിതരായത്. വിശുദ്ധയായ എലേന ഗുവേര പറഞ്ഞു: വീണ്ടും തിരുസഭയെ ഈ മട്ടുപ്പാവിലേക്ക് പരിശുദ്ധ പിതാവെ നയിച്ചാലും. ഇത് ലയ 13-ാമൻ മാർപ്പാപ്പ ഗൗരവമായി കണക്കിലെടുത്തു. 1885 മുതൽ 1900 വരെയുള്ള 5 വർഷങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അപ്പോസ്തലിക പ്രബോധനങ്ങൾ തിരുസഭയ്ക്ക് നൽകി. പരിശുദ്ധാത്മാവിന്റെ നൊവേനകൾ ശക്തമായി ആരംഭിക്കാൻ തുടങ്ങി. 1901 ജനുവരി 1-ാം തീയതി സഭയുടെ ഉണർവിന് വേണ്ടി, സഭയുടെ നവീകരണത്തിന് വേണ്ടി, സഭ മുഴുവന്റെ മേലും പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ പ്രവാഹം ഒഴുകപ്പെടുവാൻ വേണ്ടി പരമ്പരാഗതമായ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന, ഗീതമാലപിച്ച് സൃഷ്ടാവായി പരിശുദ്ധാത്മാവ് വന്നാലും എന്നുള്ള ആ ഗീതമാലപിച്ച് സഭയ്ക്ക് വേണ്ടി മാർപ്പാപ്പ പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഏതാനും 3-4 വർഷം കഴിഞ്ഞുള്ളൂ 1905 അമേരിക്കൻ ഐക്യനാടുകളിൽ ശക്തമായ ആത്മാവിന്റെ ഉണർവുണ്ടായി, വലിയ റിവൈവൽ ഉണ്ടായി. യൂറോപ്പിൽ അത് പിന്നീട് സംഭവിക്കുകയാണ്. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞു, അത് സഭ മുഴുവന്റെ മേൽ ആഞ്ഞു വീശാൻ തുടങ്ങി. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഹൃദയനുറുക്കത്തോടെ തിരുസഭയ്ക്ക് വേണ്ടി ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അത് മാർപ്പാപ്പ മാത്രമല്ല, മെത്രാന്മാര് മാത്രമല്ല, വൈദികര് മാത്രമല്ല, സഭയെ സ്നേഹിക്കുന്ന സഭയുടെ ഒരു കുഞ്ഞ്, ആ മകനോ മകളോ ആത്മാർത്ഥമായി കണ്ണുനീരോടെ സഭയ്ക്ക് വേണ്ടി കരങ്ങൾ വിരിച്ച്, കർത്താവേ അവിടുത്തെ സഭയോട് കൃപ ചെയ്യണമേ, പരിശുദ്ധാത്മാവേ സഭയെ നവീകരിക്കണമേ, സഭയെ നവീകരിക്കുവാൻ ഞങ്ങൾ നീ ബലപ്പെടുത്തണമേ, സഭയെ ഉണർത്തണമേ, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി തരും. സഹോദരങ്ങളെ, വിശുദ്ധനായ പോൾ 6-ാമൻ മാർപ്പാപ്പ സഭയോട് ഇപ്രകാരം പറഞ്ഞു. മാർപ്പാപ്പ എന്താ പറഞ്ഞത്? ഇന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടൊരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് കാണുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. 20-ാം നൂറ്റാണ്ടിൽ എല്ലാ സഭാ സമൂഹങ്ങളും പരിശുദ്ധ രൂപിയുടെ പരിശുദ്ധാത്മാവിന്റെ ഈ ശക്തമായ അഭിഷേകം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. വീണ്ടും അനുഭവം സഭയിൽ ശക്തമാകുവാനാണ് സഹോദരങ്ങളെ നമ്മൾ കണ്ണുനീരോടെ കരങ്ങൾ വിരിച്ച് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ഈ അനുഭവം ശക്തമാക്കണം. പരിശുദ്ധാത്മ അനുഭവം, ആത്മാവിന്റെ സാന്നിധ്യം, ആത്മശക്തി, ആത്മപകർച്ച, പരിശുദ്ധാത്മ തന്റെ സഭയ്ക്ക് തരുന്ന ആ നവീകരണത്തിന്റെ അനുഭവം എല്ലാ സഭ മക്കളും ഒരുപോലെ അനുഭവിക്കുമാറ് തന്റെ സഭയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായി വെളിപ്പെടലുണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം സഹോദരങ്ങളെ? പൗലോസ് ശ്ലീഹ സഭാ മക്കളെ പഠിപ്പിക്കുക. കൊളോസ്യർക്കാർക്ക് ലേഖനം 4-ാം അധ്യായം 2-ാം വചനം, 4:2 കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. പറഞ്ഞ് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. തിരുസഭയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവിൻ. വ്യക്തിപരമായി, കുടുംബമായി, കൂട്ടായ്മയായി, ചെറിയ ചെറിയ കൂട്ടങ്ങളായി പ്രാർത്ഥിക്കുവിൻ. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? സഭയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി. For the church. കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ദൈവജനം മുഴുവനായി പ്രാർത്ഥിക്കുക. കുടുംബങ്ങൾക്ക് വേണ്ടി, ഈ തലമുറയ്ക്ക് വേണ്ടി,
കണ്ണുനീരോടെ നിരന്തരം പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, ആ പ്രാർത്ഥന പാഴായി പോകാൻ ഒരിക്കലും പരിശുദ്ധാത്മാവ് സമ്മതിക്കുകയില്ല. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ആമേൻ. സ്തുതിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. വീണ്ടും സഭയുടെ ആദ്യത്തെ മാർപ്പാ പത്രോസിലെ എന്താ പറയുന്നത്? 1 പത്രോസ് 4:7, 1 Peter chapter 4:7. സകലത്തിന് അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ജാഗരൂകത വേണം. നമുക്ക് ജാഗ്രത വേണം. നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല, സഭയെ കുറിച്ച് ജാഗ്രത വേണം. സഭയുടെ വൈദികരെ കുറിച്ച്, നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച്, സഭയുടെ കുടുംബങ്ങളെ കുറിച്ച്, നമ്മുടെ യുവജനങ്ങളെ കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ഇന്ന് കേൾക്കുന്ന വാർത്തകളെല്ലാം നമ്മുടെ മനസ്സാക്ഷി ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന വാർത്തകള്. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധം മ്ലേച്ഛതയുടെയും അരാജകത്വത്തിന്റെയും എല്ലാവിധ ദുഷിപ്പിന്റെയും വക്രതയുടെയും ദുർവാർത്തകളാണ് ഓരോ ദിനവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധ വചനം പറയാ, ജാഗ്രതയുള്ളവരാകണം. സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ, നമ്മൾ സഭയ്ക്ക് വേണ്ടി മുട്ടുമടക്കുന്നതിൽ, തിരുസഭയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരയുന്നതിൽ, നിലവിളിക്കുന്നതിൽ അതീവ ജാഗ്രത ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനുണ്ടാകണം. മനസ്സിലാകുന്നവർ വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു, കർത്താവിന്റെ മനസ്സ് മുഴുവൻ തന്റെ സഭയിലാണ്. ഒരു നല്ല ഭർത്താവ്, കൃപയുള്ളൊരു ഭർത്താവ് തന്റെ ഭാര്യയെ, അവന്റെ മനസ്സ് തന്റെ ഭാര്യയിലാണ്. കർത്താവിന്റെ മണവാട്ടിയാണ് പരിശുദ്ധ സഭ. ഉത്തമഗീത പുസ്തകം 5:1 തന്റെ മണവാട്ടിയായ സഭയെ കർത്താവ് വിളിക്കുന്നൊരു വിളിയുണ്ട്. എന്റെ സോദരി, എന്റെ മണവാട്ടി, ഞാൻ എന്റെ പൂന്തോപ്പിലേക്ക് വരുന്നു. കർത്താവിന്റെ പൂന്തോപ്പേത? കർത്താവിന്റെ സഭയാണ്. കർത്താവിന്റെ തോട്ടം കർത്താവിന്റെ സഭയാണ്. കർത്താവിന്റെ ഉദ്യാനം കർത്താവിന്റെ സഭയാണ്. തന്റെ സഭയിലേക്ക് കർത്താവ് വരികയാണ്. എത്ര ശ്രേഷ്ഠമായൊരു അനുഭവമാണ് സഹോദരങ്ങളെ. നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്റെ സഭയിലേക്ക് മഹത്വത്തോടെ കർത്താവ് ഇറങ്ങി വരും. സഭയിലുള്ള തന്റെ സാന്നിധ്യത്തെ കർത്താവ് കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തും. ഒരു തിന്മയ്ക്കും സഭയെ തകർക്കാൻ പറ്റില്ല. യാതൊന്നിനെയും സഭയെ ദുർബലപ്പെടുത്താൻ കഴിയാത്ത വിധം ഒരു പരിച പോലെ, ഒരു കോട്ട പോലെ തന്റെ സഭയെ പൊതിഞ്ഞുകൊണ്ട് കർത്താവ് അങ്ങ് സഭയുടെ മധ്യ നിലയുറപ്പിക്കും. എപ്പോഴാ? നമ്മൾ സ്നേഹത്തോടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. എൻ്റെ സഹോദരങ്ങളെ, വീണ്ടും ഉത്തമഗീത പുസ്തകം 4:12 പറയാണ്. 4:12 അടച്ചുപൂട്ടി ഉദ്യാനമാണ് എൻ്റെ സഹോദരി, എൻ്റെ മണവാട്ടി എൻ്റെ അടച്ച ഉദ്യാനമാണ്, മുദ്ര വെച്ച നീരുറവ. ഇതുപോലെ കർത്താവ് തന്റെ സഭയെ സ്നേഹിക്കുക. അപ്പൊ സഹോദരങ്ങളെ, ചിലർ ചിന്തിക്കും 21 ദിവസത്തെ പ്രാർത്ഥന, ഉപവാസ, ശുശ്രൂഷ ഭൗതിക നന്മകൾക്ക് വേണ്ടി, ജോലി കിട്ടാനല്ല, പ്രമോഷൻ കിട്ടാനല്ല, അല്ലെങ്കിൽ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകാനല്ല, വിദേശ രാജ്യങ്ങളിലേക്ക് അവിടെ ജോലി കിട്ടി കടന്നു പോകാനല്ല. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്തിനാ ഈ സഭയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം? ചിലരുടെ ഉള്ളിൽ അങ്ങനെ ചിന്തകളും ചോദ്യങ്ങളും വരാം. സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. കർത്താവിന്റെ സഭയെ ആരെല്ലാം സ്നേഹിച്ചു പ്രാർത്ഥിക്കുന്നുവോ, അപ്രകാരം പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിലും കുടുംബങ്ങളിലും അവരുടെ ആവശ്യങ്ങളിലും നിയോഗങ്ങളിലും അത്ഭുതകരമായ പരിപാലന കർത്താവ് വെളിപ്പെടുത്തുമെന്ന് ഈ വചനങ്ങളിലൂടെ ആത്മാവ് നമ്മൾ അറിയിക്കുകയാണ്. ആത്മീയ ഭൗതികമായ നന്മകൾ നൽകി അനുഗ്രഹിക്കും. ദൈവപരിപാലന ശക്തമായ അനുഭവങ്ങൾ ഉണ്ടാകും. നമ്മൾ സഭയെ സ്നേഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അതീവ ഗൗരവത്തോടെ ഈ 21 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ പ്രാർത്ഥന, ഉപവാസ ശുശ്രൂഷകൾ നമ്മൾ കാണണം സഹോദരങ്ങളെ. ഞാൻ വീണ്ടും ആത്മാവിൽ പറയട്ടെ, നിങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ തീരുമാനം അറിയിക്കണം. കർത്താവ്, ഞാൻ ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ്, തിരുസഭയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, കുടുംബമായി പ്രാർത്ഥിക്കും.
ഞാൻ എൻ്റെ സഭയെ സ്നേഹിച്ചു പ്രാർത്ഥിക്കും. സഭയുടെ നവീകരണത്തിനായി, സഭയുടെ റിവൈവലിനായി കർത്താവേ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. തീരുമാനമുള്ളവരെല്ലാം നിങ്ങൾ അറിയിക്കുക. നമ്മൾ ഈ ശുശ്രൂഷകൾക്ക് ശേഷം പിന്നെ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. പിന്നെ സഹോദരങ്ങൾ, അത്ഭുതങ്ങൾ പരിശുദ്ധാത്മ ഈ നാളുകളിൽ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പറഞ്ഞു ലൂക്കായുടെ സുവിശേഷം 12:49 എന്താണ് ഈശോ പഠിപ്പിച്ചത്? ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. കർത്താവിന്റെ സ്വപ്നം എന്താ? ലോകം മുഴുവനും ആത്മാവിന്റെ തീ പടരണം. ലോകരാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, ജനപദങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, തന്റെ സഭയിൽ ആത്മാവിന്റെ തീ കത്തണം, തീ പടരണം. കാട്ടുതീ പോലെ തീ പടരണം, തീ പടരണം, തീ പടരണം. ഇതാണ് കർത്താവിന്റെ ആഗ്രഹം. അതിതിനകം കത്തി ജ്വലിച്ചിരുന്നുവെങ്കിൽ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ ഈ ആഗ്രഹം, ഈ ദർശനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത്, നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത്, ഈ ആഗ്രഹം ഈ നാളുകൾ നിറവേറപ്പെടുവാൻ എത്ര പേർക്ക് യെസ് പറഞ്ഞ് ഈ തീരുമാനത്തിലേക്ക് വരാൻ പറ്റും? ഈ ദർശനം എത്ര പേർക്ക് ഏറ്റെടുക്കാൻ പറ്റും? ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്, അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നുവെങ്കിൽ. ഭൂമി മുഴുവൻ, ലോകം മുഴുവൻ, എല്ലാ ജനപദങ്ങളിലും, ലോകരാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, തിരുസഭയിൽ ആത്മാവിന്റെ അഗ്നി കത്തുവാനുള്ള കർത്താവിന്റെ ആഗ്രഹം നമ്മുടെ ആഗ്രഹമായി ഏറ്റെടുക്കുവാൻ തീരുമാനമുള്ള എത്ര പേര് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്? അവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ രാജ്യങ്ങളിലേക്ക്, ജനപദങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, തിരുസഭ മുഴുവനിലേക്ക് ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ. സഭ ഉണർത്തുന്ന തീ, നവീകരിക്കുന്ന തീ, ശുദ്ധീകരിക്കുന്ന തീ സഭ മുഴുവനിലും പടരട്ടെ. കർത്താവേ, ഞാൻ ആത്മാവിൽ പറയട്ടെ സഹോദരങ്ങളെ, 10,000ങ്ങളാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഈ സ്വപ്നം നമ്മുടെ സ്വപ്നമായി നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിന്റെ ഈ ആഗ്രഹം ഈ നാളുകളിൽ സഭയിൽ നിറവേറപ്പെടുവാൻ, ലോകരാജ്യങ്ങളിൽ സംഭവിക്കുവാൻ, ജനപദങ്ങളിൽ ഇത് വെളിപ്പെടുവാൻ, ഞാനും നിങ്ങളും ഈ ദൈവ പദ്ധതിക്ക് വേണ്ടി മുട്ടുമടക്കി കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് എപ്രകാരം പ്രവർത്തിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 38-ാം വചനം. അവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത്? ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി. എല്ലാവരും ഉച്ചത്തിൽ എന്ന് പറഞ്ഞേ, ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി. ദൈവജനമേ, നമ്മൾ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൽ നിന്ന് തീയിറങ്ങും. സഭയിലേക്ക് തീയിറങ്ങും, ദേശങ്ങളിലേക്ക് തീയിറങ്ങും, രാജ്യങ്ങളിലേക്ക് തീയിറങ്ങും. സാത്താൻ കോട്ടകളെ തകർക്കുന്ന തീ, കഠിന ഹൃദയങ്ങളെ തുറക്കുന്ന തീ, ബന്ധനത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്ന തീ, ജീവിതങ്ങൾ രൂപാന്തരപ്പെടുത്തുന്ന തീ. സഭ മുഴുവനിലും കത്തും, ദേശങ്ങളിൽ പടരും, രാജ്യങ്ങളിലേക്ക് അത് വ്യാപരിക്കും. വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ച പരിശുദ്ധാത്മാവേ, ഉടനെ കർത്താവിൽ ഇറങ്ങി ഈ സമയം സഭ മുഴുവനിലേക്ക്, എല്ലാ കുടുംബങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക്, ഈ ശുശ്രൂഷകൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളിലേക്ക്, ജനലക്ഷങ്ങളിലേക്ക് ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ. അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവേ, വിളിച്ച് പ്രാർത്ഥിച്ച്, സ്നേഹത്തോട് വിളിച്ച പരിശുദ്ധാത്മാവേ, വിളിച്ച്
സാന്നിധ്യം അനുഭവിക്കാൻ അനേകർക്ക് കർത്താവ് കൃപ കൊടുക്കുന്നു. പരിശുദ്ധാത്മ സാന്നിധ്യം അനുഭവിക്കുവാൻ, പരിശുദ്ധാത്മ സാന്നിധ്യം അനുഭവിക്കാൻ അനേകർക്ക് കർത്താവ് കൃപ കൊടുക്കുന്നു. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. ആമേൻ. പവർ പവർ ഗ്ലോറി ഗ്ലോറി. ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ, ഇറങ്ങണേ ഒഴുകണേ, ആത്മശക്തിയായി തിരുസഭ മുഴുവനിലും ഒഴുകണേ, ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ, ആത്മശക്തിയായി എല്ലാ ജനപദങ്ങളിലും, ആത്മശക്തിയായി ഒഴുകണേ, ലോകരാജ്യങ്ങളിൽ, ആത്മശക്തിയായി ഒഴുകണമേ, ഈ തലമുറയിൽ ആത്മശക്തിയായി ഒഴുകണമേ. ആമേൻ. കരം പിടിച്ച് കർത്താവിനെ സ്തുതിച്ച്, നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി, ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി, തീയിറങ്ങി, തീയിറങ്ങി. പ്രിയ ദൈവത്തിന് ജനമേ, നമ്മൾ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുനീരോട് നിലവിളിക്കുമ്പോൾ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങും. This is the word of God. ഇത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. വചനം പരാജയപ്പെടുന്നില്ല, വചനം കള്ളം പറയുന്നില്ല, വചനം പരിശുദ്ധാത്മാവാണ്, വചനം യേശുവാണ്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഓ, നിങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു കർത്താവേ, വിശ്വസിക്കുന്നു കർത്താവേ, വിശ്വസിക്കുന്നു കർത്താവേ, വിശ്വസിക്കുന്നു കർത്താവേ. എന്റെ സഹോദരങ്ങളെ, അതിനാൽ എപ്രകാരമാണ് നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? സഭയിൽ ഒരു ഉണർവുണ്ടാകാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവജനത്തിന്റെ പ്രാർത്ഥന. പ്രയർ, പ്രയർ, പ്രയർ. ദൈവജനത്തിന്റെ പ്രാർത്ഥന. പ്രാർത്ഥനയാണ് ഉണർവിന്റെ താക്കോൽ. ശ്രദ്ധിച്ചേ, പ്രാർത്ഥനയാണ് റിവൈവലിന്റെ കീ. പ്രാർത്ഥനകൾ ഉയരുമ്പോൾ ഉണർവിന്റെ കാറ്റ് വീശാൻ തുടങ്ങും. ഉണർവിന്റെ കാറ്റ് വീശിയടിക്കും ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ. ഓ, സഭ മുഴുവനിൽ അത് വീശിയടിക്കും. എത്ര ഉണർവിന്റെ അനുഭവങ്ങൾ സഭാ ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെ സഹോദരങ്ങളെ, കണ്ണുനീരോടെ, ഹൃദയവേദനയോടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് വെറും ഒരു ചടങ്ങ് പ്രാർത്ഥനയല്ല. ഇത് നേരം കളയാനുള്ളൊരു പ്രാർത്ഥന ശുശ്രൂഷയല്ല. കണ്ണുനീരോടെ, ഈറ്റുന്നുവോടെ കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അതിനാണ് പതിനായിരങ്ങൾ മുന്നോട്ട് വരേണ്ടത്. കർത്താവിന്റെ ഈ സ്വപ്നം ചങ്കിലേക്ക് ഏറ്റെടുക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കണം. ഇത് കർത്താവിന്റെ പദ്ധതിയാണ്, ഇത് കർത്താവിന്റെ മനസ്സാണ്. കർത്താവേ, ഈ മനസ്സ് നിറവേറ്റുവാൻ ഞാനിതാ മുന്നോട്ട് വരുന്നു. ഞാൻ കണ്ണുനീരോടെ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സഭയുടെ റിവൈവലിനായി, സഭയുടെ റിനീവലിനായി ഞാൻ മുട്ടുകൾ മടക്കും, ഞാൻ ത്യാഗമെടുക്കും, ഞാൻ പ്രായശ്ചിത്തം അനുഷ്ഠിക്കും, ഞാൻ അതിനായി ഉപവസിക്കും. കർത്താവേ, എന്നെ അനോയിന്റ് ചെയ്യണമേ, എന്നെ അനോയിന്റ് ചെയ്യണമേ, അതിനായി എന്നെ അഭിഷേകം ചെയ്യണമേ. എത്ര പേർക്ക് ആത്മാർത്ഥമായി കർത്താവിനോട് പറയാൻ പറ്റും? ഓ, അവരിപ്പോൾ ആത്മാവ് അഭിഷേകം ചെയ്യുന്നു, അഭിഷേകം ചെയ്യുന്നു. അനോയിന്റ്, അനോയിന്റ്, അനോയിന്റ്. പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. കർത്താവ് പകരുന്ന അഭിഷേകം ഏറ്റെടുത്ത് കണ്ണുനീരോടെ, ഹൃദയ വേദനയോടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഭയുടെ റിവൈവല്, ഈ അടുത്ത റിവൈവല് കാണാൻ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് സഹോദരങ്ങളെ. ഒരു നെക്സ്റ്റ് ലെവൽ റിവൈവൽ കേരള സഭയിൽ വെളിപ്പെടുവാൻ നമ്മളെല്ലാവരും കണ്ണുനീരോടെ, ഹൃദയവേദനയോടെ, പ്രത്യാശയോടെ പ്രാർത്ഥിക്കണം, പ്രത്യാശയോടെ പ്രാർത്ഥിക്കണം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 41-42 വചനങ്ങൾ വേഗത്തിലെടുക്കാം നമുക്ക്. അവിടെ എന്താ വചനം പറയും? അവൻ അടുത്ത് വന്ന് പട്ടണം കണ്ടപ്പോൾ, ഏതു പട്ടണം? ജെറുസലേം പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറയാണ്. എന്താണ് വിലപിച്ച് പറഞ്ഞത്? ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 34-35 വചനങ്ങൾ. ജെറുസലേം, ജെറുസലേം,
പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ച് ചേർക്കുന്നതിനെ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല. ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു എന്റെ സഹോദരങ്ങളെ, എത്രയോ പ്രാവശ്യം കർത്താവ് നമുക്ക് അവസരങ്ങൾ നൽകി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, തിരുസഭയ്ക്ക് വേണ്ടി ഉപവസിക്കുവാൻ, സഭയുടെ നവീകരണത്തിനും ഉണർവിനുമായി പരിത്യാഗമെടുത്ത് പ്രാശ്ചിത്തം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുവാൻ എത്രയോ പ്രാവശ്യം കർത്താവ് എനിക്കും നിനക്കും അവസരം നൽകി, സാധ്യതകൾ നൽകി. പക്ഷെ നമ്മൾ സമ്മതിച്ചില്ല. നമ്മൾ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു, നമ്മൾ അവഗണിച്ചു, നമ്മൾ തിരസ്കരിച്ചു. അതിന്റെ ഫലം എന്താ സഹോദരങ്ങളെ? ശൂന്യതയാണ്. അതിന്റെ ഫലം എന്താ? തകർക്കപ്പെടുന്ന അവസ്ഥയാണ്, വിനാശങ്ങളാണ്, ദുരിതങ്ങളാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളുടെയും നമ്മുടെ സഭയുടെയും നമ്മുടെ കൂട്ടായ്മകളുടെയും പല ആത്മീയ തളർച്ചയ്ക്കും ദുർബലതയ്ക്കും പലപ്പോഴും നമ്മുടെ തകർച്ചയ്ക്കുമുള്ള കാരണം എന്താ? കർത്താവ് നൽകിയ അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ല. നമ്മളത് തിരസ്കരിച്ചു, തള്ളിക്കളഞ്ഞു, പലപ്പോഴും നമ്മളത് വിട്ടുപേക്ഷിച്ചു. കർത്താവ് വേദനയോടെ പറയും, നിങ്ങൾ സമ്മതിച്ചില്ല. ഞാൻ നൽകിയ അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചില്ല. എന്തുമാത്രം അവസരങ്ങൾ നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുവാൻ നൽകി, എന്തുമാത്രം അടയാളങ്ങൾ നൽകി, മുന്നറിയിപ്പുകൾ നൽകി. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മളത് തള്ളിക്കളഞ്ഞു. കർത്താവ് വേദനയോടെ പറയാ, നിങ്ങൾ സമ്മതിച്ചില്ല. എന്തിനുള്ള സമയമാണിതെന്ന് മനസ്സിലാക്കി ഹൃദയവേദനയോടെ കണ്ണുനീരോടെ കർത്താവിന്റെ സഭയുടെ നവീകരണത്തിനും റിവൈവലിനുമായി പ്രിയ ദൈവത്തിന് ജനമേ, നമ്മൾ കരങ്ങൾ വിരിക്കേണ്ട സമയം, പ്രാർത്ഥിച്ചുകൊണ്ട് തിരുസഭയ്ക്ക് വേണ്ടി കോട്ടകൾ പണിയേണ്ട സമയം. യെസ്, the time for the prayer. ഇത് പ്രാർത്ഥനയുടെ സമയമാണ്, പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. ജെറമിയ പ്രവചനം 9:1 കണ്ണുനീരിന്റെ പ്രവാചകനായ ജെറമിയ സഭയെ കുറിച്ച് പറയാണ്, എന്റെ ശിരസ് ഒരു കണ്ണീർ തടാകവും എന്റെ കണ്ണുകൾ അശ്രുധാരിയുമായിരുന്നുവെങ്കിൽ എന്റെ ജനത്തിന്റെ പുത്രി, അത് സഭയാണ്. കർത്താവിന് ദൈവജനം സഭയാണ്. ദൈവജനത്തിന്റെ നിഹിതന്മാരെ ഓർത്ത് ഞാൻ രാപ്പകൽ കരയുമായിരുന്നു. സഹോദരങ്ങളെ, തിരുസഭയ്ക്ക് വേണ്ടി കരയുവാൻ, നിലവിളിക്കുവാൻ, കർത്തൃസന്നിധിയിൽ മുട്ടുമടക്കുവാൻ, അതിനുവേണ്ടി കരങ്ങൾ വിരിക്കാൻ കമ്മിറ്റ്മെന്റ് ഉള്ള, പ്രതിബദ്ധതയുള്ള എത്ര സഭാമക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ മാത്രം വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ, ഈ ഒരു പെയിൻ ഞങ്ങൾക്ക് തരണമേ. സഭയെ പ്രതിയുള്ള ഒരു വേദന, ഈറ്റുനോവോടെ പ്രാർത്ഥിക്കാനുള്ള കൃപ, കണ്ണുനീരോടെ കരങ്ങൾ വിരിക്കുവാനുള്ള കൃപ 10,000 പരിശുദ്ധാത്മാവെ നൽകണമേ. സഹോദരങ്ങളെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷ ഇത് നേരം കളയാനുള്ളതല്ല. ഇതൊരു ചടങ്ങ് പ്രാർത്ഥന ശുശ്രൂഷയല്ല. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി, കർത്താവിന്റെ മനസ്സറിഞ്ഞ്, പരിശുദ്ധാത്മാവിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞ് തിരുസഭയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ നിലവിളിയോടെ പ്രാർത്ഥിക്കാൻ 10,000 മുന്നോട്ട് വാ. ഈ ജൂബിലി വർഷത്തിൽ ആത്മാവിന്റെ ശക്തമായ പരിവർത്തനങ്ങളും ഇടപെടലുകളും കേരള സഭയിൽ നിന്ന് അത് ആഗോള സഭ മുഴുവനിലേക്കും വ്യാപരിക്കുന്നത് കാണുവാൻ സ്വർഗം നമുക്ക് കൃപ തരും. ഇത് വെറും വാക്കല്ല, ഒരു പ്രൊഫസിയായി നിങ്ങൾ കൂട്ടിക്കോ. ദൈവജനത്തിന്റെ ആത്മീയ തകർച്ചയെ നെഹേമിയ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നെഹേമിയ എന്താ ചെയ്തത്? ഇതാ ഈ കാലഘട്ടത്തിലെ ദൈവമക്കൾ ചെയ്യേണ്ടത്, സമർപ്പിത സന്യസ്ത ആത്മാക്കൾ ചെയ്യേണ്ടത്, കർത്താവിന്റെ വന്യ വൈദികർ ചെയ്യേണ്ടത്, ആത്മായ പ്രേക്ഷിതർ, സഭയുടെ കുടുംബങ്ങൾ, ദമ്പതിമാർ, നമ്മുടെ യുവജനങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്കും വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയുടെ ഭാവി എന്താ സഹോദരങ്ങളെ? നമ്മുടെ യുവജനങ്ങൾ സത്യവിശ്വാസത്തിന്റെ തീനാവുകളായി സഭയിൽ പ്രകാശിതരായില്ലെങ്കിൽ വലിയ
തകർച്ചയിലേക്ക് നമ്മുടെ സഭ പോകുന്നത്, നമ്മുടെ സമൂഹങ്ങൾ പോകുന്നത്. ഈ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നല്ല അടിസ്ഥാനം നമ്മൾ പണിയണം. ഈ അടിത്തറ പണിയേണ്ടത് നമ്മുടെ പ്രാർത്ഥനയിലൂടെയാ, നമ്മുടെ കണ്ണുനീരിലൂടെയാ, നമ്മുടെ പരിത്യാഗങ്ങളിലൂടെയാ, നമ്മുടെ പ്രാശ്ചിത്ത പ്രവൃത്തികളിലൂടെയാ. സഹോദരങ്ങളെ, ഇതിലൂടെ പരിശുദ്ധാത്മ നല്ലൊരു അടിത്തറ നമ്മുടെ മക്കൾക്കും തലമുറകൾക്കായി പണിയും. നെഹെമ്യായുടെ പുസ്തകം 1-ാം അധ്യായം 3-4 വചനങ്ങൾ വേഗത്തിലൊന്ന് വായിച്ച വചനം. ദൈവജനത്തിന്റെ ആത്മീയമായ തകർച്ച നെഹെമ്യ അറിഞ്ഞപ്പോൾ എന്താ നെഹെമ്യ ചെയ്ത്? അവൻ ആ രാജാവിന്റെ പാനപാത്ര വാഹകനാ, ഒരു വലിയ ഗവൺമെന്റ് ഓഫീഷ്യലാ. നെഹെമ്യ കരഞ്ഞത് അവന്റെ കുടുംബത്തിന് വേണ്ടിയല്ല, അവന്റെ മക്കൾക്ക് വേണ്ടിയല്ല, അവന് ജോലി കിട്ടാനല്ല, അവന് കാറ് കിട്ടാനല്ല, അവന് ശാരീരികമായി സുഖം കിട്ടാനല്ല, അവന് ഭൗതിക നന്മകളിൽ ഉയർച്ച കിട്ടാനല്ല. അവൻ കരഞ്ഞത് കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടിയാണ്, ദൈവജനത്തിന് വേണ്ടിയാണ്. ഇതുപോലെ ഇന്ന് സഭയ്ക്ക് വേണ്ടി കരയുവാനും നിലവിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനും അഭിഷേകമുള്ള നെഹെമ്യമാരെ സഭയിൽ ഉണരണം. അതിനാണ് 21 ദിവസത്തെ ഈ പ്രാർത്ഥന ഉപവാസ ശുശ്രൂഷ പരിശുദ്ധാത്മ ഒരുക്കിയിരിക്കുന്നത്. വിശ്വസിച്ച് രാമേൻ പറഞ്ഞേ ആമേൻ. ആ വചനം നിങ്ങൾ ഉച്ചത്തിൽ വായിച്ച് എന്താ പറയുന്നത്? അവൻ പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ ജനം കഷ്ടതയിലാണ്, ദൈവത്തിന്റെ ജനം അപമാനത്തിലാണ്. ജെറുസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കിരയായി അതേ പിടികിടക്കുന്നു. ഇത് കേട്ടപ്പോൾ നെഹെമ്യ എന്താ ചെയ്ത്? ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു, ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു സഭയ്ക്ക് വേണ്ടി. സഹോദരങ്ങളെ, ഇതാണ് ഞാനും നിങ്ങളും ഈ ദിവസങ്ങൾ ചെയ്യേണ്ടത്. 2025 ആഗോള സഭയിൽ ജൂബിലി വർഷമായി പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചിരിക്കുക. പ്രത്യാശയുടെ തീർത്ഥാടകരായ സഭാ മക്കൾ ഉണർത്തപ്പെടണമെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഇതിനർത്ഥം മനസ്സിലാക്കണം. തിരുസഭയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അനേക നെഹെമ്യമാരുണ്ടാവണം, എസ്രമാരുണ്ടാകണം. എസ്രയുടെ പുസ്തകം 10:1 എന്താ പറയുന്നത്? ദൈവജനത്തിന്റെ ആത്മീയവും ധാർമ്മികവുമായ തകർച്ച കണ്ടപ്പോൾ നമുക്ക് ഈ വേദനയുണ്ടാകണം. നമ്മുടെ യുവജനങ്ങൾ വഴിതെറ്റിപ്പോകുന്നു, വിശ്വാസം നഷ്ടപ്പെട്ടവരായി ജീവിക്കുന്നു, നമ്മുടെ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. മറ്റേത് സമുദായത്തെക്കാൾ ഇന്ന് കുടുംബ തകർച്ച നേരിടുന്നത് ക്രൈസ്തവ സമൂഹമാണ്, ക്രൈസ്തവ സമുദായമാണ്. നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് പൊടിഞ്ഞുകൊണ്ടിരിക്കുക, തകർന്നുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ അകത്തൊരു വേദനയുണ്ടാകണം. ഇതെന്താ? വിശ്വാസത്തിന്റെ തകർച്ചയാണ് ഈ ആത്മീയ ധാർമ്മികമായ തകർച്ചയുടെ കാരണം. നമ്മുടെ സമർപ്പിത സന്യസ്തർ പ്രാർത്ഥിക്കണം, ഒരു വചനത്തിന്റെ തീനാവുകളാകാൻ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി സാന്നിധ്യമുള്ളവരായി നമ്മുടെ സമർപ്പിതർ ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു വചനത്തിന്റെ വാഹകരാകണം. സഹോദരങ്ങളെ, ഇതിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഇതിനു വേണ്ടി കരയേണ്ട, അതിനു വേണ്ടി ഉപവസിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് തന്റെ പരിപാലന കരങ്ങൾ നീട്ടിത്തരും. ഞാൻ ഉറപ്പിച്ചു പറയാ, സംശയം വേണ്ട. അല്ലെങ്കിൽ ദൈവത്തിന് വചനം മാറ്റി എഴുതേണ്ടി വരും. നമ്മുടെ കർത്താവ് പറഞ്ഞു, ആകാശം ഭൂമിയും മാറിപ്പോയാലും എന്റെ വചനങ്ങൾ മാറിപ്പോവുകയില്ല. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? കർത്താവിന്റെ വാക്കുകളിൽ എത്ര പേര് വിശ്വസിക്കുന്നു? ഇത് വെറും കെട്ടുകഥയല്ല സഹോദരങ്ങളെ. ജീവിക്കുന്ന വചന, ജീവനുള്ള വചനം, ദൈവത്തിന്റെ സജീവമായ വചനം. ഇതൊരിക്കലും മാറിപ്പോവില്ല, ഇതൊരിക്കലും പരാജയപ്പെടില്ല. ഓ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, കൃപ തരണമേ, കൃപ തരണമേ. വചനത്തിൽ വിശ്വസിക്കുവാൻ, വചനം ജീവിക്കാൻ, വചനം അനുസരിക്കാൻ, വചനത്തിൽ വിശ്രമിക്കാൻ കൃപ, 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 കൃപ. കൃപ തരണേ, കൃപ തരണേ. ആയിരങ്ങളിലേക്ക് കൃപ ഒഴുകുക, ആയിരങ്ങളിലേക്ക് കൃപ ഒഴുകുക. നിങ്ങൾ റിസീവ് ചെയ്തോ, റിസീവ് ചെയ്തോ. നിങ്ങൾ സ്വീകരിച്ചോ, സ്വീകരിച്ചോ. കർത്താവിൽ നിന്ന് ഏറ്റെടുത്തോ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം മക്കളെ. ഞാൻ വീണ്ടും പറയട്ടെ, അനേകർ മുന്നോട്ട് വരണം. വേറെ ഒരു ഭൗതിക നന്മയ്ക്ക് വേണ്ടിയല്ല. ഈ ശുശ്രൂഷ 21 ദിവസത്തെ ഈ പ്രാർത്ഥന ഉപവാസ ശുശ്രൂഷ തിരുസഭയ്ക്ക് വേണ്ടി മാത്രമാണ്. സഭയുടെ റിവൈവൽ, സഭയുടെ റിന്യൂവൽ, സഭയുടെ നവീകരണവും സഭയുടെ ഉണർവും.
അത് പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. അതിനായി ദൈവജനം ഈ ദൈവ പദ്ധതിയുടെ എസ് പറഞ്ഞ് പ്രാർത്ഥനയിൽ മുട്ടുമടക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വ്യക്തിപരമായി നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, വ്യക്തിപരമായി പ്രാർത്ഥിക്കുക. ഡാനിയേൽ ചെയ്തു. 9:3 ഡാനിയേൽ പ്രവചനം 9:3 പറയുന്നു. എന്താ പറയുന്നത്? അപ്പോൾ ഞാൻ ചാക്കെടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീക്ഷണമായി പ്രാർത്ഥിച്ചു. ദാനിയേലിന് ഭൗതിക നന്മ കിട്ടാനല്ല, ദൈവജനത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥന. 10-ാം അധ്യായം 2-ാം വചനം, ബുക്ക് ഓഫ് ഡാനിയേൽ. ദാനിയേൽ എന്ന് ഞാൻ 3 ആഴ്ചക്കാലത്തേക്ക്, അതാണ് 3 ആഴ്ച 21 ദിവസം ഞാൻ വിലാപം ആചരിച്ചു. വിലാപത്തിൻ്റെ, പരിത്യാഗത്തിൻ്റെ, പ്രായശ്ചിത്തത്തിൻ്റെ നാളുകളായി ദൈവസന്നിധിയിൽ ദാനിയേൽ കഴിച്ചുകൂടി. സഹോദരങ്ങളെ, ഈ ദിനങ്ങളെത്രയും നമ്മൾ കൂടുതൽ സമയം കർത്താവിൻ്റെ കൃപയിലായിരിക്കുക. ജോലി ചെയ്യുമ്പോഴും അധ്വാനിക്കുമ്പോഴൊക്കെ ആ പ്രസൻസിലായിരിക്കുക. പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യത്തിലായിരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളണം. രണ്ടാമതായി നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം, ചെറിയ ചെറിയ കൂട്ടങ്ങളായി പ്രാർത്ഥിക്കണം. നിങ്ങൾ സെൽ ഗ്രൂപ്പുകളായി, ശ്രദ്ധിച്ചത്, നിങ്ങൾ സെൽ ഗ്രൂപ്പുകളായി. നമ്മുടെ ഇടവകയിൽ വികാരിയച്ചന്മാരോട് പറയും, ഒരു വികാരിയച്ചനും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്ന് പറയില്ല. ഒരു വികാരിയച്ചനും പറയും, കാരണം അവർ സഭയുടെ പുരോഹിതരാണ്. നിങ്ങൾ വൈദികരോട് പറയണം. ഇനി അതിനുള്ള സൗകര്യക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഭവനങ്ങളിലെ ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ, ആഴ്ചയിലോ ഒരു ദിവസം 1 മണിക്കൂർ, അല്ലെങ്കിൽ വേണ്ട 1/2 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേറെ പ്രാർത്ഥനകളൊന്നും അറിയില്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി പരിശുദ്ധ ജപമാല ചൊല്ലിന്ന് പ്രാർത്ഥിക്കുക. സഭയ്ക്ക് വേണ്ടി കർത്താവിനെ നാമം വിളിച്ച് കുറച്ച് സ്തുതിച്ച്, യേശുവേ നന്ദി, കുറച്ച് സ്തുതിച്ച്, ഇതൊന്നും പാഴായി പോവില്ല. തിരുസഭയ്ക്ക് വേണ്ടി കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് നമ്മുടെ പിതാക്കന്മാരെ ഓർത്ത്, വൈദികരെ ഓർത്ത്, സമർപ്പിതരെ ഓർത്ത്, ആത്മായ പ്രേക്ഷിതരെ ഓർത്തൊക്കെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ ശ്രദ്ധിക്കണം, ചെറിയ ചെറിയ കൂട്ടങ്ങൾ ഉണരണം. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള കൊച്ചു കൊച്ചു കൂട്ടങ്ങൾ ഈ നമ്മുടെ സഭയിൽ ഉണരണ സഹോദരങ്ങളെ. ഞാൻ പല പ്രാവശ്യം ഇംഗ്ലണ്ടിൽ പോകുന്നൊരു സ്ഥലമാണ് വെയിൽസ്. സഭാ ചരിത്രത്തിൽ ശക്തമായ റിവൈവല് തൻ്റെ സഭയ്ക്ക് പരിശുദ്ധാത്മ നൽകിയ സ്ഥലമാണ് വെയിൽസ്, ഇംഗ്ലണ്ടിലെ വെയിൽസ്. 1904 അവിടെ ഇവാൻ റോബർട്ട്സ് എന്ന് പറയുന്ന ഒരു 13 വയസ്സുള്ള ഒരു കൊച്ചു പയ്യൻ ദൈവജനത്തിന്റെ ആത്മീയ തകർച്ച കണ്ട്, ജനം കൗതാശികമായി ജീവിക്കുന്നില്ല, പ്രാർത്ഥനയില്ല, മ്ലേച്ഛതയും അരാജകത്വം നിറഞ്ഞു നിൽക്കുന്ന തൻ ജനത്തിന്റെ അവസ്ഥ കണ്ട് ഈ കൊച്ചു പയ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 10-18 ചെറുപ്പക്കാർ അവരുടെ കൂടെ പ്രാർത്ഥിച്ചു. ഏകദേശം അന്ന് വെയിൽസിൽ 100ഓളം പ്രാർത്ഥന ഗ്രൂപ്പുകള് വെയിൽസിന്റെ റിവൈവലിനായി, ദൈവജനത്തിന് നവീകരണത്തിനായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നീണ്ട 13 വർഷത്തെ പ്രാർത്ഥന. തന്റെ 26-ാമത്തെ വയസ്സിൽ 1904 അതിശക്തമായ റിവൈവൽ വെയിൽസിൽ സംഭവിച്ച സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവ് തന്റെ ജനത്തെ ഉണർത്തി, കുടുംബങ്ങളെ ശുദ്ധീകരിച്ചു, തന്റെ സഭയെ ശക്തീകരിച്ചു. ജനം കൂട്ടം കൂട്ടമായി മാനസാന്തരപ്പെട്ടു. നിങ്ങൾ ആ വെയിൽസിലെ റിവൈവലിന്റെ ഹിസ്റ്ററി പഠിക്കുക. പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളില്ലാതെയായി, കോടതി അവിടെയൊക്കെ അവിടെയൊന്നും കേസുകളിൽ, കാരണം ജനം മാനസാന്തരപ്പെട്ടു. അതാണ് റിയൽ കൺവെർഷൻ. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ, യഥാർത്ഥ റിവൈവലിന്റെ അനുഭവം ഒരു വ്യക്തി അനുഭവിക്കുമ്പോൾ ആ വ്യക്തി രൂപാന്തരപ്പെടുകയാണ് ക്രിസ്തുവിനായി. ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു ന്യൂ ക്രിയേഷൻ എക്സ്പീരിയൻസ്. അത് ഹോളി സ്പിരിറ്റിന് തരാൻ പറ്റും, പരിശുദ്ധാത്മാവിന് തരാൻ പറ്റും സഹോദരങ്ങളെ. ലെക്ചർ, അവിടെയുള്ള കോളേജുകൾ, ലെക്ചർ ഹാളുകളിലേക്ക് പലപ്പോഴും ആത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് നിന്ന് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. 3 മാസത്തിനുള്ളിൽ 2 ലക്ഷം പേരാണ് തങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിച്ച് അവർ സഭയ്ക്ക് വേണ്ടി മുന്നോട്ട് വന്നത്. അനേക യുവജനങ്ങൾ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് അവർ മിഷണറിമാരായി കടന്നുപോയി. ഇതെല്ലാം റിവൈവലിന്റെ ഫലങ്ങൾ. നമ്മളത് പിന്നീട് കാണും, പിന്നീട് പഠിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്, അവിടെ ചെറിയ ചെറിയ കൂട്ടങ്ങളായി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, ഒരു ഉണർവ് തരണമേ, ഒരു റിവൈവൽ തരണമേ, ഞങ്ങളെ നവീകരിക്കണമേ. അങ്ങനെയുള്ള പ്രാർത്ഥനയിലേക്കാണ് ആത്മാവിന്റെ ശക്തി കടന്നു വന്നത്. അപ്പൊ നിങ്ങൾ ചെറിയ കൂട്ടങ്ങളായി പ്രാർത്ഥിക്കണം. അപ്പോസ്തലപ്രവൃത്തി 2:46 കാണുന്നില്ലേ, അവർ എല്ലാ ദിവസവും
അവർ ഭവനം തോറും പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥനയിൽ മുഴുകുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 5:12. പെട്ടെന്ന് വചനങ്ങൾ നോക്കി, വേഗത്തിൽ നോക്കിക്കേ. അപ്പോസ്തല പ്രവർത്തനം 5:12. അവിടെ എന്താ പറയുക? അവർ ഏക മനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടുക. അത് ലോകവർത്താനം പറയാനല്ല, ഒന്നിച്ചു കൂടുക പതിവായിരുന്നു. ഈ ചുമ വളിപ്പും പറഞ്ഞ്, അനാവശ്യമായ തമാശയും പറഞ്ഞ്, ഒരു ഉപകാരമില്ലാത്ത വ്യർത്ഥ ഭാഷണങ്ങൾ പറഞ്ഞ് അവർ സമയം കളയാനല്ല ഒന്നിച്ചു കൂടിയത്. അവർ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു, അവർ ഇവാഞ്ചലൈസേഷന് വേണ്ടി പ്രാർത്ഥിച്ചു, സഭയിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു, സഭയെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ നയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് എന്താ, ആദിമസഭ അതിവേഗം വളർന്നു. അത് പ്രേയിങ് ചർച്ച്, അവർ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. ആദിമസഭ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ നമ്മൾ കുറെ അതും ഇതിനു വേണ്ടിയല്ല, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കുറച്ച് നാൾ ഞാൻ അതിനു വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കും, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം അത്ഭുതം ചെയ്യും. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ നിയോഗങ്ങളിൽ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യും. ശ്രദ്ധിക്കണം, മറക്കരുത്. നിങ്ങൾ ഈ നിയോഗ പ്രാർത്ഥനയുടെ പുറകെ ഓടുമ്പോൾ ഏറ്റവും വലിയ നിയോഗം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ നിയോഗം മറക്കരുത്. സഭയാ, അതാ നമ്മുടെ ചങ്കാണ്. കർത്താവിന്റെ മനസ്സ് മുഴുവൻ തൻ്റെ സഭയിലാണ്. ഞാൻ അവസാനിപ്പിക്കുക സഹോദരങ്ങൾ. മൂന്നാമതായി, ജാഗരണ പ്രാർത്ഥനകൾ, നൈറ്റ് വിജിൽസ്. നമ്മുടെ രാത്രി കാലങ്ങളിൽ നമുക്ക് ഒരു കാലഘട്ടത്തിൽ ഒരുപാട് നൈറ്റ് വിജിൽസ് ഉണ്ടായിരുന്നു, ജാഗരണ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജാഗരണ പ്രാർത്ഥനകൾ ഇനി ധാരാളം നമ്മുടെ കേരള സഭയിൽ ആരംഭിക്കണം. കുറെ നിന്നുപോയി ജാഗരണ പ്രാർത്ഥനകൾ, കെട്ടുപോയി ജാഗരണ പ്രാർത്ഥനകൾ. പല ജാഗരണ പ്രാർത്ഥനകൾക്കും ബലമില്ല, ഉണർവില്ല. അന്ന് എന്തൊക്കെയോ പ്രാർത്ഥിച്ച് ആകെ സങ്കടപ്പെട്ടു പോകുന്ന പല നൈറ്റ് വിജിൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ചില ഇടങ്ങളിൽ, ചില ദേശങ്ങളിൽ അത് വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 18-19 വചനങ്ങളിൽ കാണുന്നുണ്ട്. സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക, രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ, നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. ഉറക്കെ നിലവിളിക്കണം. 119-ാം സങ്കീർത്തനം 62-ാമത്തെ വചനം അവിടെ പറയാ, എന്താ പറയാ? 119-62 എന്താ പറയുന്നത്? അങ്ങയുടെ നീതിയുറ്റ കൽപ്പനകൾ മൂലം അങ്ങയെ സ്തുതിക്കാൻ അർദ്ധരാത്രി ഞാൻ എഴുന്നേൽക്കുന്നു. രാത്രി പ്രാർത്ഥിക്കുവാൻ പരിശീലിച്ചവനായിരുന്നു ദാവീദ്. എത്രയോ ഇടങ്ങളിൽ സങ്കീർത്തനങ്ങൾ കാണാൻ പറ്റും. വീണ്ടും നിങ്ങൾ ആ വചനം കൂടി ഒന്ന് ശ്രദ്ധിച്ചേ. ആ വചനം 63-ാം സങ്കീർത്തനം 5-6 വചനങ്ങൾ. കിടക്കിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയിൽ യാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും. രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളങ്ങനെ മാസത്തിൽ ഒരിക്കൽ ഒരു നൈവേദ്യം ആരംഭിക്കുക. 9 മുതൽ 12 വരെ പറ്റുന്നവരെ, അത് പ്രഭാതം വരെ അങ്ങ് പ്രാർത്ഥിക്കുക. നമ്മൾ ഇതുപോലെ ഇടമുറിയാതെ പ്രാർത്ഥനകൾ, ദൈവജനത്തിന്റെ പ്രാർത്ഥനകളും ദൈവസ്തുതികളും ഉയരുമ്പോൾ അത്ഭുതകരമായ ആത്മാവിന്റെ പരിവർത്തനങ്ങൾ സഭയിൽ സംഭവിക്കുക. സഹോദരങ്ങളെ, അടുത്തൊരു റിവൈവൽ സഭയിൽ ആഞ്ഞു വീശാൻ തുടങ്ങും. ഒരു സെക്കൻഡ് റിവൈവൽ, ഒരു പുതിയ ബന്ധക്കുസ്ത, നവമായ ബന്ധക്കുസ്ത യുഗാന്ത സഭയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകും. അപ്പോസ്തല പ്രവർത്തനം 12:5 ആ വാക്യം കൂടി വേഗത്തിൽ ഒന്ന് വായിച്ച്. അങ്ങനെ പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ ജയിലിൽ കിടക്കുകയാണ്. മാർപ്പാപ്പയ്ക്ക് വേണ്ടി സഭ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അവന് വേണ്ടി ദൈവത്തോട് തീക്ഷണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കണമെന്ന് അറിയാം. 6-ാമത്തെ വചനം ശ്രദ്ധിച്ച്. 6-ാമത്തെ വചനം അവിടെ പറയാണ്, ഹെരോദസ് ഉദ്ദേശിച്ചിരുന്നതിന്റെ തലേ രാത്രി പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിതനായി. തലേ രാത്രിയിലൊക്കെ നടക്കുന്നത്, രാത്രിയിലാണ് നടക്കുന്നത്. ഇനി 12-ാം വചനത്തിലോട്ട് വന്ന് അവിടെ വലിയ അത്ഭുതം കർത്താവ് ചെയ്തു. ദൈവജനത്തിന്റെ പ്രാർത്ഥനയിൽ വലിയ ഡെലിവറൻസ് ഉണ്ടായി. 12-ലോട്ട് വരുമ്പോ പത്രോസ് ജയിൽ മോചിതനായി. മാർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവരെപ്പോഴാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? രാത്രി കാലത്ത്. കേട്ടോ, രാത്രിയിലാണ് ഈ വിമോചനമൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ സഭയ്ക്ക് വേണ്ടി, സഭയുടെ വിമോചനത്തിന് വേണ്ടി അനേകർ, വളരെ പേർ എന്നാ പറയുന്നത്, രാത്രി മുഴുവൻ രാവ് പകലാക്കി ജാഗരിച്ച് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയാണ് ദൈവസന്നിധി. എൻ്റെ സഹോദരങ്ങളെ, ഇതുപോലത്തെ ഒരു സമർപ്പണത്തിലേക്ക് വരാൻ നമുക്ക് ഇനി പറ്റൂ. നമ്മുടെ മടി മാറ്റണം, അലസത മാറ്റണം, ശുഷ്കാന്തി ഇല്ലായ്മ, അനാദരവുകള്
നമ്മുടെ ആത്മീയ മന്ദോഷത, ഇതെല്ലാം നമ്മൾ കർത്താവിന് മുമ്പിൽ അനുദപിക്കേണ്ട സമയമാട്ടത്. ഒരുപാട് മടി നമുക്ക് വന്നിട്ടുണ്ട്, ഒരുപാട് ആത്മീയ മന്ദതകൾ. പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ട നമ്മള് പ്രാർത്ഥിക്കാൻ മാത്രം സമയമില്ല നമുക്ക്. സഹോദരങ്ങളെ, അതൊരിക്കലും അനുഗ്രഹമല്ല. നോ ബ്ലെസ്സിങ്, നോ ഗ്രേസ്. അവിടെ കർത്താവിന് കൃപയുണ്ടാവുകയില്ല. പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരെ ഞാനും നിങ്ങളും കർത്താവിന്റെ മുൻപിൽ മുട്ടുമടക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. കർത്താവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്വർഗത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ തീരുമാനങ്ങൾക്ക് വേണ്ടി കരങ്ങൾ വിരിക്കുവാൻ, നിലവിളിക്കുവാൻ നിയോഗം ലഭിച്ചവരാ നമ്മള്. നമ്മുടെ വഴിക്ക് പോയാലുണ്ടല്ലോ, അതൊരിക്കലും അനുഗ്രഹമല്ല. നമ്മുടെ തകർച്ചയും പ്രശ്നങ്ങളും മാറാതെ കാണാൻ എന്താണെന്നറിയോ? ഇതുപോലെ ചില ബന്ധനങ്ങളാണ്. സഹോദരങ്ങളെ, അനുതപിക്കണം, റിപ്പന്റ് ചെയ്യണം, തീരുമാനം എടുക്കുക. യെസ് ലോർഡ്, ഐ ആം റെഡി ലോർഡ്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങൾ കുറെ കാര്യക്ഷമമായി പ്രാർത്ഥിക്കുക. നിങ്ങൾ അനേകരെ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഇവിടുന്ന് അയക്കുന്ന പോസ്റ്ററുകളും ലിങ്കുകളൊക്കെ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. 10,000 ജനലക്ഷങ്ങൾ ഈ പ്രാർത്ഥന ഉപവാസ ശുശ്രൂഷയിൽ പങ്കെടുത്ത് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നമുക്കതിനായി ആഗ്രഹിക്കാം.